പാദാധികം, സമതതം, അർത്ഥാധികം, പാദോന്നം, ഇങ്ങനെ നമ്മൾ അളവുകളെ റേഷ്യോ നമ്മൾ പല റേഷ്യോയിൽ വീടിൻ്റെ ഡിസൈനിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിലെപ്പോഴും പറയും പാദാധികം എന്നുള്ള അവസ്ഥയാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം കണക്കുകൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ്. പക്ഷേ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ ഒന്നുകൂടെ വേറൊരു പ്രാക്ടിക്കൽ ആംഗിളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പാദാധികത്തിൽ വരുന്ന കണക്കുകൾ തന്നെ എടുത്ത് കൃത്യമായി വീടിൻ്റെ ചുറ്റൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ചോളൂ. പക്ഷേ ഒരു മോഡേൺ ആർക്കിടെക്ചറൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കണക്കുകൾ പെരിമീറ്റർ ബേസിൽ ചെയ്യുന്നതിനോടൊപ്പം കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്ന റേഷ്യോ ബേസിസിൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇവിടെ നല്ല നമുക്ക് കേരളത്തിലെ കാര്യമല്ല, കേരളത്തിൽ കൂടുതലും നമ്മൾ വാസ്തുപരമായിട്ട് നോക്കുമ്പോൾ കൃത്യമായ ചുറ്റളവ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ചുറ്റളവ് ബേസ് ചെയ്ത് വീടുകൾ വയ്ക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഐഡിയലായിട്ടുള്ള ചില റേഷ്യോസിൽ നമുക്ക് വീട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീട് ചെയ്യുന്നതിന് അത് രാജവല്ലഭം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം എപ്പോഴും വീടിൻ്റെ മെയിൻ കമ്പോണൻസായ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് 1:1.5 റേഷ്യോയ്ക്ക് അകത്ത് വരുന്ന രീതിയിൽ കൃത്യമായി വേണമെങ്കിൽ 1:1.5 തന്നെ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ 1:1.5 ഉള്ളിൽ വരാം 1:1.25 അല്ലെങ്കിൽ 1:3 അങ്ങനെ നമ്മൾ 1:1.3 അല്ലെങ്കിൽ 1:1.5 വരെ ഉള്ള റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നീളത്തിൻ്റെ വീതിയുടെ 1.5 മടങ്ങായിരിക്കും നീളം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനൊക്കെ അളവെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക. കൃത്യമായ കണക്ക് ചുറ്റു നോക്കിയല്ല നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷ്യോയിൽ കണക്കിട്ട് കഴിഞ്ഞാൽ ഒരു വിധം വാസ്തുഗുണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് റൂം എടുത്തു കഴിഞ്ഞാൽ ലിവിങ് റൂം വീട്ടിലെ ഏറ്റവും വലിയ പോർഷനില്ല. അപ്പോൾ അതിന് 1:2 റേഷ്യോ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 2:1 റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. ലെങ്ത് 2 വീതി 1 എന്ന രീതിയിൽ നമുക്ക് അതിനൊരു റേഷ്യോ ഫിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ കിഡ്സ് ബെഡ്റൂം വരുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5:1 എന്ന രീതിയിലുള്ള ഒരു റേഷ്യോ നമ്മൾ എടുക്കണം. അതായത് 1:1.5 എന്ന് 1.5:1 എന്ന് നമുക്ക് പറയാം. അതായത് വീതിയുടെ 1.5 മടങ്ങ് വരെ നീളം വരുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു റൂം സജ്ജീകരിച്ച് എടുക്കാവുന്നതാണ്. പൂജാ റൂം വരുമ്പോൾ നമ്മൾ വീണ്ടും സമതലത്തിലേക്ക് പോകും. 1:1 എന്ന റേഷ്യോയിലേക്ക് നമ്മൾ പൂജാമുറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പൂജാമുറി എപ്പോഴും സ്ക്വയർ ഷേപ്പിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. നീളവും വീതിയും സമമായിരിക്കുന്നതാണ് പൂജാമുറിയെ സംബന്ധിച്ച് നല്ലൊരു കണക്കെന്ന് പറയുന്നത്. ബാത്റൂമിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ 1:1.5 പോയി. ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വലുതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1.75:1 അല്ലെങ്കിൽ 1:1.75 എന്ന് പറയാം. വീതിയുടെ 1.25 മടങ്ങ് വരെ നമുക്ക് ഡൈനിങ് റൂമിന് നീളമാവാം. വീതിയുടെ 1.25 വരെ നമുക്കാവും. സ്റ്റെയർ കേസിൻ്റെ ഏരിയ വരുമ്പോഴത്തേക്ക് 1:1.25 നിർത്തുന്ന രീതിയിൽ സ്റ്റെയർ കേസ് ക്രമീകരിക്കും. ഇങ്ങനെയുള്ള ഈ റേഷ്യോ ബേസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങോട്ടൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ചില പെരിമീറ്റർ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ മനുഷ്യാലയ ചന്ദ്രികയുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പെരിമീറ്റർ പര്യന്തം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കലി മോഡേൺ ആർക്കിടെക്ചറിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ ഇങ്ങനെ കണക്കൊരു റേഷ്യോ ബേസ് ചെയ്ത് നമുക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.